എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ചെറിയ ജാർ എടുത്തിട്ട് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുകൂടെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് 10-12 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ പെരുംജീരകം. ഇത് നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അങ്ങ് പേസ്റ്റ് ആവണ്ട, എന്നാൽ ഒത്തിരി ഇതായിട്ട് ഇരിക്കല്, ഇച്ചിരി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. അപ്പം ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ ഈ ചതച്ച ഈ കൂട്ടോട് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ 150 ഗ്രാം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ആ കൊച്ചുള്ളി നമുക്ക് അരിയുമല്ല ഞാൻ ചെയ്തത്, ഇതുപോലെ ഈ ഇടിക്കല്ലും കൊണ്ടൊന്ന് ചതച്ചാണ് എടുത്തത്. അപ്പം അതിൻ്റെ ഇങ്ങനെ നമ്മൾ കുത്തനെ ഒന്ന് ഇടിക്കുവാണെങ്കിൽ അത് തെറിച്ചു പോകുമെന്നും പറഞ്ഞാണ് ഞാനിങ്ങനെ പതുക്കനെ ഒന്ന് ചതച്ചെടുക്കും. ഇങ്ങനെ ഇതും കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നത്. കുഞ്ഞതായിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ അകത്ത് അതുപോലെ ഇട്ടിരുന്നാൽ മതിയേ. ഇച്ചിരി മെനക്കേടാണേലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കുള്ളി ഇങ്ങനെ ചതയ്ക്കാൻ പ്രയാസമാണ്, അരിയുവാണെങ്കിൽ അങ്ങനെ അരിഞ്ഞാലും മതി കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു കടായി വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. എന്നിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയപ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ അളവിൽ എത്രയും വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കുക. എത്രയും തേങ്ങാക്കൊത്ത് ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അത് വറുത്തിട്ട് എനിക്കത് ഫോട്ടോ എടുക്കേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് കോരിയെടുത്തേ. നിങ്ങളങ്ങനെ എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഈ തേങ്ങാക്കൊത്തൊന്ന് ഇച്ചിരി ഒന്ന് കളർ മാറുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച കൊച്ചുള്ളിയും 1 സവാളയും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാമേ. ഇപ്പോൾ ഈ ഉള്ളികളെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനിച്ച് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് ചേർത്തത്, അത് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾ 1 കിലോ ആണെങ്കിൽ അതനുസരിച്ച് 1 കിലോ ആണെങ്കിലും ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ടാൽ മതിയേ. പക്ഷേ പൊടികൾ നിങ്ങളുടെ എരിവിനനുസരിച്ചെല്ലാം ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വെന്ത ബീഫ് കൂടി ഇട്ട് കൊടുക്കുക. ഒരു ഇച്ചിരി വെള്ളമുണ്ട്, അത് സാരമില്ല, നമുക്ക് അത് ഇങ്ങനെ ഇളക്കി ഇട്ട് അതങ്ങ് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായി ഇളക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് നേരം കൂടി ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ചെറിയ തീയിൽ കിടന്നത് നന്നായി മുരിഞ്ഞ് കളറായി വരണം. ഇതിപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ ഇട്ട് മുരിച്ചെടുത്തു. കുറേയും കൂടെ സമയമെടുത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറേയും കൂടെ കറുപ്പായിട്ട് കിട്ടും. അപ്പോൾ എന്നിട്ട് ഇത് ഞാൻ ലാസ്റ്റിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ തേങ്ങാക്കൊത്തെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തായിരുന്നേ. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. ബീഫ് നന്നായി വെന്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഉടയ്ക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട്.